എന്താ ഇത്? ഇത് നല്ല മാംഗോ ജ്യൂസാ. ഞാനിന്ന് ജലപാനം ഉപേക്ഷിച്ചതാണെന്ന് നിനക്കറിയില്ലേ? അതൊന്നും സാരമില്ല ആന്റി, ഇവിടെ ഒന്നും ആരുമില്ല. ഞാനിത് കൊണ്ടുവരുന്ന ആരും കണ്ടിട്ടില്ല. ആന്റി കഴിക്കേ. ഞാനൊരു കാര്യം തീരുമാനിച്ചത് തീരുമാനിച്ചതാ. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു ജ്യൂസ് പോലും കഴിക്കാതെ തല കറങ്ങി വീഴും. തല കറങ്ങട്ടെ. പ്രസാദങ്ങളിൽ പോലും ഇല്ലാത്തതോ? പ്രസാദേട്ടൻ തിരിച്ചു വരുമ്പോ തലകറങ്ങി വീണ് കിടക്കുന്ന എന്നെ കാണണം. അതിനാ ഞാനും കാത്തിരിക്കുന്നേ. ഓഫീസിലെന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ, വരട്ടെ. അഥവാ ഞാൻ തലകറങ്ങി വീണ പ്രസാദേട്ടനോട് നീ പറയണം, ആന്റി തലകറങ്ങി വീഴാൻ കാരണം പ്രസാദേട്ടന്റെ അമ്മയാണെന്ന്. അതൊക്കെ ഞാൻ പറയാം. ആന്റി ഇത് കഴിക്ക, ആരും അറിയില്ല. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ദുർഗ ആരെയും വിഡ്ഢിയാക്കാറില്ല. ദുർഗയെ വിഡ്ഢിയാക്കാൻ ആരെയും സമ്മതിക്കുകയില്ല. സത്യം എനിക്കറിയണം. അതുവരെ എനിക്ക് ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട. തുളസിയോടൊപ്പം മുത്തശ്ശി അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന് ആന്റിയോട് ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അമ്മ തന്നെ അത് എന്നോട് പറയണം. എങ്കിലേ ഞാൻ വിശ്വസിക്കൂ. അതറിയുന്നത് വരെ എനിക്കുള്ള ഭക്ഷണം കൊണ്ട് ഇങ്ങോട്ട് ആരും വരണ്ട. ഞാൻ കഴിക്കുകയില്ല. മാറങ്ങോട്ടും. ഇതാർക്കാ ഈ ജ്യൂസ്? സുല ആന്റിക്ക് വേണോ? വേണോന്നോ? ദുർഗേച്ചി കഴിച്ചോ? ഒന്നും വേണ്ടെന്നാ പറയുന്നേ. നിനക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കായിരുന്നില്ലേ? ഒന്നും വേണ്ടെന്നാ പറയുന്നേ. ഭാഗ്യം. ഭാഗ്യെന്നോ? ആ അതെ, ദുർഗേച്ചിയുടെ നിരാഹാര വ്രതം ഒരാഗോള പ്രശ്നമാവണം. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ദുർഗാന്റിക്ക് വല്ല അസുഖം വന്നാലോ? നിരാഹാരം വിജയിച്ചു എന്ന് വേണം കരുതാൻ. സുല ആന്റി എന്തൊക്കെയാ പറയുന്നേ? ദുർഗേച്ചിക്ക് എന്തെങ്കിലും അസുഖം വന്നാ പ്രസാദ് സാർ ഈ വിഷയത്തിൽ ഇടപെടും. അതോടെ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നങ്ങളായിരിക്കും. തുളസിയെ എല്ലാവരും വെറുക്കും. നിനക്ക് ആദ്യമോനെ കിട്ടുകയും ചെയ്യും. ഇപ്പൊ ചേച്ചിക്ക് ഈ വീട്ടിൽ കിട്ടുന്ന അധികാരവും സ്ഥാനവും എല്ലാം ചേച്ചി പ്രസാദ് സാറിന്റെ അമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാ. ഉപദേശിച്ചത് മതി. എനിക്കൊരു പോംവഴി പറഞ്ഞാ. തുളസിയെ വെല്ലുവിളിക്കുക തന്നെ, അതിനപ്പുറം ഒരു പോംവഴിയില്ല. ഇങ്ങനൊരു ഇറങ്ങിപ്പോക്ക് അത് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ലല്ലോ ഭഗവാനെ. ഇനി ഇവിടേക്ക് ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ആദിമോനും പ്രസാദ് സാർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഒരാള് വേണം. ആര്? മറ്റാരുമല്ല, തുളസി. തുളസിയോ? ആ അതെ, അവളെ ഞാൻ ഈ പരിസരത്തേക്ക് അടുപ്പിക്കില്ല. ഈ ഡയലോഗൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. ദേ, ഇനി ബുദ്ധിപരമായിട്ട് ആലോചിച്ച് നോക്കണം. ഇവള് കാരണമാണ് വീട് ഭാഗം വെക്കേണ്ടി വന്നത്. ഇപ്പൊ അതേ വിഷവിത്ത് കാരണം അമ്മയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്തൊരു ജന്മമാടി നിന്റേത്. കുലം മുടിക്കാനായി ജനിച്ചവളെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. ഇവള് ജനിച്ചതിന് ശേഷമാ ഈ വീട്ടിൽ നിന്ന് സ്നേഹം പടിയിറങ്ങി പോയത്. ഇവള് കാരണമാണ് വീട് ഭാഗം വെക്കേണ്ടി വന്നത്. ഇപ്പൊ അതേ വിഷവിത്ത് കാരണം അമ്മയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കുന്നു. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്തൊരു ജന്മമാടി നിന്റേത്.
കുലം മുടിക്കാനായി ജനിച്ചവളെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. നീ ജനിച്ചതോടെ എല്ലാം അവസാനിച്ചില്ലേ? ദേ, വേണ്ട മോളെ, എന്തിനാ വെറുതെ കലഹം? മോള് പൊയ്ക്കോ. മുത്തശ്ശി ഇപ്പൊ വരുന്നില്ല. അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, നിനക്കറിയാലോ. മോള് ചെല്ല. എന്നെ ചൊല്ലിയൊരു വഴക്ക് ഇവിടെ വേണ്ട. മുത്തശ്ശി പിന്നീട് ഒരു ദിവസം വരാം. ഇന്നെന്തായാലും വേണ്ട. മുത്തശ്ശി. മോള് പൊയ്ക്കോ. ഇറങ്ങിപ്പോടി. ദുർഗേച്ചി സൂപ്പർ. വിഷകത്ത് ജനിച്ചതിന് ശേഷമാണ് ഞാനും പ്രിയയും തമ്മിൽ അകന്നത്. ഇവള് ജനിച്ചതിന് ശേഷമാണ് ഈ വീട്ടിൽ നിന്ന് സ്നേഹം പടിയിറങ്ങി പോയത്. എന്തൊരു ജന്മമാടി നിന്റേത്. കുലം മുടിക്കാനായി ജനിച്ചവളെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. മാമനെ വിളിച്ച് കാര്യം പറയാം. മുത്തശ്ശിയെ ഇനി അവിടെ നിർത്തിയ ശരിയാവില്ല. ദേവമംഗലത്ത് നിന്നും മുത്തശ്ശി ഇറക്കി വിടാൻ നോക്കിയ കാര്യം അമ്മയോടും അച്ഛനോടും പറഞ്ഞാലോ? അമ്മയ്ക്ക് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവുമോ? അല്ലെങ്കിൽ വേണ്ട. ശേ, ആ സമയത്ത് മാമൻ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ആദ്യം കണ്ടില്ല. മാമൻ പറഞ്ഞതുപോലെ ആദ്യം മാമൻ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റിക്കാണുമോ? ആദ്യയുടെ മെസ്സേജ് ആണല്ലോ. ഹായ് തുളസി, നമ്മൾ ഇനി കുറച്ചു ദിവസത്തേക്ക് കാണില്ല. അത് പറയാൻ വേണ്ടി ഈ വോയിസ് മെസ്സേജ്. ഇതെന്ത് പറച്ചില്ല? എവിടെയാ എന്താന്നൊന്നും പറയാതെ. നീ എവിടെയാ ഉള്ളത്? മാമനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ലല്ലോ. ഒഫീഷ്യലായിട്ട് പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നു. ഞാനും അച്ഛന്റെ കൂടെ പോവാ. ഇതെന്താ ആരോടും പറയാതെ പോകുന്നത്? അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നിന്ന ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് കരുതിയിട്ടാ. അമ്മയോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ഡൽഹിയിലാണോ? ആദ്യം പ്രസാദ് സാർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് തുളസിയെ ഇവിടെ വിളിച്ചു വരുത്തി ഇവിടുത്തെ അടിമപ്പണിയെല്ലാം ചെയ്യിക്കാം. ദുർഗേച്ചിക്ക് വേണ്ടി അവളെ കൊണ്ട് ചൂടുവെള്ളം തിളപ്പിക്കാം. ഇവിടുത്തെ അടുക്കളപ്പണിയും അലക്കും മടിച്ചു വരലും തുടയ്ക്കലും തുടങ്ങി എല്ലാ ജോലികളും അവളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കാം. അതിന് അവള് സമ്മതിക്കണ്ടേ? അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്തു വഴി? സെന്റിമെന്റ്സ്.
സെന്റിമെന്റ്സ്? ആദ്യം പ്രസാദ് സാറും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രുക്മിണി അമ്മയ്ക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആളില്ലാതായി. അവര് തിരിച്ചു വരുന്നത് വരെ മുത്തശ്ശിക്ക് ഒരു കൂട്ട് വേണം. തുളസിയാവുമ്പോ മുത്തശ്ശിക്ക് അത് വലിയ സന്തോഷാവും. നടക്കില്ല. ഈ വാശിയൊന്ന് ഒഴിവാക്കു ദുർഗേച്ചി. തുളസി ഈ വീട്ടിൽ കിടന്ന് നരകിക്കുന്ന കാഴ്ച ചേച്ചിക്ക് കാണണ്ടേ? അവൾ ഇവിടെ കിടന്ന് നരയിക്കുന്നത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ വിളിച്ച തുളസി വരില്ല, ആ ഒരു ഉറപ്പെനിക്കുണ്ട്. ദുർഗേച്ചി വിളിച്ചാ തുളസി വരില്ല, അതെനിക്കും അറിയാം. പിന്നെ എങ്ങനെ തുളസി ഇവിടെ എത്തിക്കും? അവളെ വിളിച്ചു വരുത്തേണ്ടത് ദുർഗേച്ചിയല്ല, പിന്നെ രുക്മിണിയമ്മ. അമ്മയോ? അതെങ്ങനെ? എല്ലാം നടക്കും, ഞാനല്ലേ പറയുന്നത്. നടക്കണം. അവളെ ഇവിടേക്ക് വരുത്തണം. ഇനി ഒരിക്കലും ആദ്യം അവളെ മോഹിക്കാത്ത വിധം അവളെ ആക്കി തീർക്കണം. ശരിയാ ദുർഗേച്ചി. അവളെ ആ വിധത്തില് ആക്കി തീർക്കും ഈ ദുർഗ. അമ്മേ, അമ്മയ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ? എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. പിന്നെന്തിനാ ഇവിടെ തന്നെ ഇരിക്കുന്നേ? താഴേക്ക് വാ. ഞാൻ വരാം. കുറച്ചു നേരം ഞാൻ ഇവിടെ നിന്ന് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞതൊന്നും അമ്മ കാര്യമാക്കണ്ട. ദേഷ്യം വരുമ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പ്രയാസമാ. അതുകൊണ്ട് സംഭവിച്ചതാ. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നു. ആദിമോനും പ്രസാദേട്ടനും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ ഈ മൂഡ് ഓഫ്? അവരെന്ന് വരുമെന്നെങ്ങാനും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ലമ്മേ. എപ്പ പോവൂന്ന് പറയാത്തവര് എപ്പ വരുമെന്ന് ആർക്കറിയാം? എന്തെങ്കിലും അത്യാവശ്യം കാണും. അല്ലായിരുന്നെങ്കിൽ പറയാതെ പോവില്ല. അമ്മയുടെ കാര്യമെങ്കിലും അവര് രണ്ടുപേരും ഓർക്കണമായിരുന്നു. സാരയില്ല മോളെ, എനിക്കതിൽ വിഷമമില്ല. ഒരു കാര്യം ചെയ്യാം. പ്രസാദേട്ടനും ആദ്യം തിരിച്ചു വരുന്നവരെ തുളസി ഇവിടെ വന്ന് നിൽക്കട്ടെ. തുളസി വന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കട്ടെ. മോളെ, ഒന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് സംസാരിച്ചിരിക്കാൻ ഒരാളാവുമല്ലോ. എനിക്ക് അവളോട് ദേഷ്യവും വിരോധവും എല്ലാം ഉണ്ട് എന്ന് കരുതി കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാക്കുന്ന ഒന്നിനും ഞാൻ നിൽക്കില്ല. തുളസി, അവള് വരുമോന്നൊന്നും എനിക്കറിയില്ല. ഞാനുള്ളിടത്ത് അവളുടെ തോന്നിവാസങ്ങൾ നടക്കില്ലെന്ന് തോന്നുമായിരിക്കും. തുളസിക്ക് നിന്നോട് വിരോധം ഒന്നുമില്ല മോളെ. ഒന്നുമില്ലെങ്കിലും അവള് നിനക്കൊരു അമ്മയുടെ സ്ഥാനം തന്നിട്ടില്ലേ? ദുർഗാമ്മയെന്നല്ലേ അവള് നിന്നെ വിളിക്കുന്നേ? എനിക്ക് അവളുടെ സ്നേഹമൊന്നും ആവശ്യമില്ല. പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ പേരക്കുട്ടിയുടെ സ്നേഹം വേണം. ഇപ്പോ ആദ്യം പ്രസാദേട്ടന് ഇവിടെ ഇല്ലാത്ത നേരത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് അമ്മ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. വരാൻ മനസ്സുണ്ടെങ്കിൽ അവള് വരട്ടെ. ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും വരില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. അങ്ങനൊന്നുമില്ല. പ്രസാദേട്ടന് ഇവിടെ ഇല്ലാത്തതായിട്ടുള്ളൂ. അതിന് പകരമായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ. അമ്മയുടെ സന്തോഷം അതെന്റെ ആവശ്യമാണ്. അമ്മ തുളസിയെ വിളിച്ച് ദേവമംഗലത്തേക്ക് വരാൻ പറ. ഞാൻ വിളിക്കാം മോളെ. ആഹാ, നീ ഉറങ്ങാന്നാണല്ലോ നിന്റെ മുത്തശ്ശി പറഞ്ഞത്. ആ അത് പിന്നെ ഓ, ഇവിടെ എത്തിയപ്പോ നിനക്ക് ഉറക്കം വന്നില്ലല്ലേ? ആ അതന്നെ. സുലിച്ചേച്ചി പാത്രങ്ങളൊക്കെ കഴുകിയോ? പാത്രങ്ങൾക്ക് സ്വയം കഴുകി അതാത് സ്ഥാനത്ത് പോയിരിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. ഈ സുലിച്ചേച്ചിയുടെ ഒരു കോമഡി. ഞാൻ മിണ്ടൂല. എന്റെ കോമഡി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതെയോ? ഷോ, എന്റെ ഭാഗ്യം. എന്ത്?
ഇതുപോലെ സുലുചേച്ചിയുടെ കോമഡി ദിവസം കാണാലോ. കാണിച്ചു തരാം. ആ, നീ ഇപ്പൊ എടുത്ത സെൽഫി ആദ്യമോനാണ് അയച്ചു കൊടുത്തേ? അതെ, എന്താ പറ്റില്ലേ? ഇങ്ങനെ പോയാ കുറഞ്ഞ ദിവസം കൊണ്ട് നിനക്ക് ദുർഗേച്ചിയെ പാട്ടിലാക്കാൻ പറ്റും. അതെന്തിനാ? ദുർഗേച്ചിയെ പാട്ടിലാക്കി കഴിഞ്ഞാലേ നിനക്ക് ആദ്യയെ തീർച്ചയായും വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ. അതെയോ? അതെ. അതേതാ ചേച്ചി ആ പാട്ട്? ഏത് പാട്ട്? ദുർഗാമ്മയെ പാട്ടിലാക്കുന്ന പാട്ട്. ഓ അങ്ങനെ. ഞാൻ പറഞ്ഞതേ, ദുർഗേച്ചിയോട് സ്നേഹം കാണിച്ച് ദുർഗേച്ചി പറയുന്നതെല്ലാം അനുസരിച്ച് ഒരു നല്ല കുട്ടിയായിട്ട് നീ നിന്നാ ദുർഗേച്ചിക്ക് നിന്നോട് നല്ല കാര്യമായിരിക്കും. നിന്റെ എല്ലാ ഇഷ്ടങ്ങളും ചേച്ചി നടത്തി തരികയും ചെയ്യും. ഞാൻ ആരുടെയും പാട്ടിലും കഥയിലും ഒന്നും ആക്കാൻ വന്നതല്ല. അവരുടെ ഒന്നും സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട. ഞാൻ വന്നതേ എന്റെ മുത്തശ്ശി വിളിച്ചോണ്ട് മാത്രം. എനിക്ക് എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിലേ അത് മുത്തശ്ശി തന്നോളൂ. ഓ തേ പോകുന്ന അഹങ്കാരത്തിന് കൈയും കാലും വെച്ചൊരു ജീവി. അമ്മേ, അമ്മ എന്താ എന്നെ കാണണോന്ന് പറഞ്ഞേ? എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്? ഞാൻ തുളസിമുളയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. എന്തിനമ്മേ? അവൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ? അവൾക്കിപ്പോ എന്താ ഇത്ര അത്യാവശ്യം? ഞാൻ വിളിച്ചപ്പോ ഇങ്ങനെ വന്നേ ഉള്ളൂ. ഡ്രസ്സ് പോലും എടുത്തിട്ടില്ലെന്നാ തോന്നേ. അതൊക്കെ വീട്ടിൽ പോയി എടുത്താ പോരെ? ഇവിടെ നിൽക്കുമ്പോ നമ്മള് വാങ്ങിച്ചു കൊടുക്കുന്നല്ലേ എന്റെ ശരി. അമ്മ ഇപ്പൊ ഈ വയസ്സുകാലത്ത് പുറത്തേക്കൊന്നും പോണ്ട. പ്രസാദേട്ടൻ വന്നാലേ എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത്. അവൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവരുത്. പ്രസാദ് ഇവിടെ ഇല്ലെന്നുള്ള തോന്നലും തുളസിക്കുണ്ടാവരുത്. ഏയ്, ഒരിക്കലുമില്ല. പ്രസാദേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ആ സ്ഥിതിക്ക് അതിന്റെ കുറവ് അവൾ അറിയണം. അവളെ ഞാനത് അറിയിച്ചിരിക്കും. ഞാൻ വിളിച്ചുകൊണ്ട് മാത്ര തുളസി ഇങ്ങോട്ട് വന്നത്. അവൾക്ക് നിങ്ങളോട് ആരോടും ഒരു പിണക്കവും ഇല്ല. എനിക്ക് അവളോട് ഒരു പിണക്കവും ഇല്ല. അതുകൊണ്ടാണല്ലോ മോൾ അവളോട് വരാൻ പറഞ്ഞത്. ആ അതെ, എനിക്ക് അവളെ ഇവിടെ വേണം, എന്റെ കയ്യെത്തും ദൂരത്ത്. തുളസി നമ്മുടെ കുട്ടിയാണ്, നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. അവൾക്ക് അപമാനം ഉണ്ടാവുന്ന തരത്തിൽ തുളസിയോട് പെരുമാറരുത്. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഞാൻ തുളസി ഏതെങ്കിലും കാര്യത്തിന് അപമാനിച്ചതായിട്ട് അമ്മയ്ക്ക് തോന്നിയോ? അതല്ല, അവള് ഡൈനിങ് ടേബിൾ തുടയ്ക്കുന്നതും പാത്രം കഴുകുന്നതും എല്ലാം കണ്ടു. അതൊക്കെ സുലു ചെയ്യേണ്ട ജോലിയല്ലേ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. അതൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. സ്വന്തം വീട്ടിൽ അവൾ ഇതൊന്നും ചെയ്യാറില്ലേ? അതുപോലെയാണോ മോളെ ഇത്? അവളിവിടെ വിരുന്നു വന്നല്ലേ? അമ്മയ്ക്ക് അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ലായിരുന്നു. തുളസി ഒരു വിരുന്നുകാരിയായിട്ട് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവൾ ഈ വീട്ടിലെ കുട്ടിയാ, എന്റെ പ്രസാദേട്ടന്റെ അനിയത്തിയുടെ മകള്. എന്നുവെച്ചാ അവളുടെ അമ്മാവന്റെ വീടായത്. അമ്മാവന്റെ വീടെന്ന് പറഞ്ഞാ തുളസിക്ക് സ്വന്തം വീട് പോലെ തന്നെയാ. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു വീട്ടില് വിരുന്നുകാരിയെ പോലെ നിൽക്കാൻ പാടില്ലമ്മേ. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നാത്ത വിധം തുളസിയെ നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ചു വിടണം. ആതിരയ്ക്ക് തുളസിയോടുള്ള സകല പ്രതികാരവും ഇവിടെ വെച്ച് തീർക്കട്ടെ. നമ്മൾ പറഞ്ഞതെല്ലാം ദുർഗേച്ചി മറന്നുപോയോ? അതോ മരുമകളെ കണ്ടപ്പോ മനസ്സ് മാറിയോ? ഒരിക്കലുമില്ല. തുളസിയെ കാണുന്നതേ എനിക്കറപ്പാ. ദുർഗേച്ചി നോക്കിക്കോ, അവളുടെ വാലിൽ പടക്കം വെച്ച് തീ കൊളുത്തും നമ്മൾ. ഒരു ഗതിയും പരഗതിയില്ലാതെ തുളസി ഈ വീട് വിട്ട് നടു റോഡിലൂടെ ഓടുന്നത് നമുക്ക് കാണാം.
ആതിരയും തുളസിയും വഴക്കുണ്ടാക്കട്ടെ. അതിനുള്ള അവസരങ്ങള് അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യം എന്നോട് പ്രത്യേകിച്ച് പറയണോ? ആതിരയും തുളസിയും ടോമും ജെറിയും കളിക്കുന്ന കാഴ്ച കാണാനല്ലേ ഞാൻ ഇരിക്കുന്നത്. ആതിരയോട് പോകരുതെന്ന് പറയണം. ഇവിടെ നിന്ന് പിണങ്ങി പോകേണ്ടത് ആതിരയല്ല, തുളസിയാ. അവളെ പിണക്കി അകറ്റിയിരിക്കും ഞാൻ. നീ എന്താടി ഇവിടെ? അത് കൊള്ളാലോ. ഞാൻ എവിടെ നിന്നാലും നീ എന്താ അവിടെ, നീ എന്താ ഇവിടെ. ഇത് വലിയ ബുദ്ധിമുട്ടായല്ലോ. ഹലോ, ഇത് ആരുടെ റൂമാന്ന് അറിയോ? നിന്റേതല്ലെന്നറിയാം. ഓഹോ, ഇത് ആദ്യമായിട്ടെന്റെ റൂമാ. അത് നിന്നേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഈ റൂമിൽ മറ്റുള്ളവർ കയറുന്ന ആദ്യമായിട്ടിന് ഇഷ്ടമല്ല. ആ, പറഞ്ഞുതരാം. അതെ, നീ കേറുന്നത് ചിലപ്പോ ആദ്യക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ആണോ? ഞാൻ കേറുന്നത് ആദ്യക്ക് ഭയങ്കര ഇഷ്ടം. ആ, പുറത്ത് കിടക്കുന്ന നിനക്ക് നല്ലത്. ഞാന് ഈ റൂമിലാ കിടക്കാൻ പോകുന്നത്. മാറി. എഴുന്നേറ്റ് എഴുന്നേറ്റ്. ഇതേ ഈ ബെഡ് ആദ്യമായിട്ടിനെ എന്റെയോ. നീ എഴുന്നേക്കല്ലേ പറഞ്ഞേ. ഇത് എന്റെ അമ്മാവന്റെ വീടാ. ഈ റൂം എന്റെ അമ്മാവന്റെ മകന്റെ. ഇവിടെ കിടക്കാൻ നിന്നെക്കാൾ അധികാരം എന്തുകൊണ്ട് എനിക്കാ. ഇറങ്ങിപ്പോയിക്കോ ഈ റൂമിന്, അതാ നിനക്ക് നല്ലത്. ഞാന് എന്നും ഇവിടെ ഉണ്ടാവും. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ കാരണം തിരിച്ചു പോണെന്ന് കരുതിയവളാ ഞാൻ. അതേ നീ കാരണം തന്നെ ഞാൻ ഇനി ഇവിടുന്ന് പോവില്ല. നോക്കിക്കോ, നിന്നെ ഈ മുറിയിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് ആതിരാന്നല്ല. ഒന്നെ, നീ നിനക്ക് എന്ത് പേരിട്ടാലും എനിക്കൊരു ചുക്കുമില്ല. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഇല്ല, നീ ഇനി ഇവിടെ ഉണ്ടാവില്ല. ആതിരയോ തുളസിയോ അതിൽ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ. എങ്കിലത് തുളസിയായിരിക്കും. അല്ല, തുളസി ഈ വീട്ടിൽ നിന്ന് ഓടും. ഞാനേ ഓടിച്ചിരിക്കും. മുത്തശ്ശിയും ദുർഗാമ്മയും എന്റെ ഭാഗത്താ. സുലുവിന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. പിന്നെ എന്റെ മാമൻ ആദി. അങ്ങനെ എല്ലാരും എന്റെ കൂടെയാ. അവരാരും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല. എല്ലാം നിന്റെ തോന്നല. മുത്തശ്ശിയെ ഞാൻ കയ്യിലെടുത്തോളാം, അങ്കിളിനെ ഞാൻ കയ്യിലെടുക്കും. കയ്യിലെടുക്കാൻ മുത്തശ്ശി എന്താ വല്ല പാവക്കുട്ടിയാണോ? നിന്നെ ഇവിടെ ആർക്കും ഇഷ്ടല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, അതേ നിനക്ക് നല്ലത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആദ്യേട്ടൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന. നീ എന്തിനാ ചിരിക്കുന്ന? നിന്റെ വീട്ടിൽ തോർത്ത്. ഓ, ഈ റൂം ഇപ്പൊ എന്റെ റൂമാ. എന്ന് വെച്ചാ ഭാവിയില് ഞാനും ആദ്യം മതവിധം ആഘോഷിക്കാൻ പോകുന്ന റൂം. അനാവശ്യം പറയരുത്. അനാവശ്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ എനിക്കിത് ആവശ്യ. വളരെ വളരെ അത്യാവശ്യം. യു ഇഡിയറ്റ്. ഞാൻ ഇഡിയറ്റ് ആണെന്നോ? എന്നാലും നിന്നെ ഞാൻ ഇവിടെ നിർത്തില്ല. എന്റെ ആദ്യയുടെ റൂമിൽ നിന്ന് വേഗം പുറത്തു പോയട്ടെ. ഓഹോ, ഓടി നിന്നെ ഞാൻ വിടില്ല. നീ നോക്കിക്കോ. അവൾ അവിടെ പറയാൻ പോകുന്നതേ അമ്മാവന്റെ മകളെന്നായിരിക്കില്ല. ആദ്യ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെ ആയിരിക്കുന്ന. അവൾ അങ്ങനൊന്നും പറയില്ല. അത് നിനക്ക് തുളസിയെ ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ട് അവൾ അങ്ങനെയേ പറയൂ. അതിനുള്ള അവസരം ഞാൻ അവൾക്ക് കൊടുക്കില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? സുലു ആന്റി ഒരു ട്രെയിലർ ജ്യൂസുമായി അവളെ പറഞ്ഞു വിട്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അപ്പൊ എന്തോ കുരുട്ടു വിദ്യ മനസ്സിലുണ്ട്. എല്ലാ സമയവും തുളസി തന്നെ ജയിച്ചാ പോരല്ലോ, വല്ലപ്പോഴും ആതിരയും ജയിക്കണ്ടേ. അപ്പൊ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ്. രണ്ടില്ല, ഒന്ന് മാത്രം. ഇവിടെ തുളസിയെ ഞാൻ തോൽപ്പിച്ചിരിക്കും. മാമൻ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ലില്ല, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെയോ? എന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. മാമൻ എപ്പോഴാ തിരിച്ചു വരുന്നേ? അതിനിടയ്ക്ക് ദുർഗാമ്മ എന്നെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ കാണാം.
എന്തൊരു പൊരുത്ത ചേച്ചി നമ്മള് തമ്മില്. ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കണം ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. ഇത് പിന്നെ ആർക്കാ? ദുർഗേച്ചിക്ക് ഗസ്റ്റ് ഉണ്ട്, അവർക്ക് ഉണ്ടാക്കി വെച്ചതാ. ഒരാള് കുടിച്ചതിന്റെ ബാക്കിയാണോ ദുർഗമ്മയുടെ ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കുന്നത്? നല്ല അസൽ ജ്യൂസ്. ഇതൊക്കെ ഉണ്ടാക്കി ചേച്ചി എവിടുന്നാ പഠിച്ചേ? പിന്നെ നീ ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. അതെന്താ ചേച്ചി കൊണ്ടേ കൊടുത്താല്? എന്റെ സാരിയിൽ നീ അപ്പടി ജ്യൂസ് ആക്കിയില്ലേ, ഈ വേഷത്തിൽ എങ്ങനെയാ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റാ? സാരിയിൽ ഞാൻ ജ്യൂസ് ആക്കിയതല്ലോ, ചേച്ചി പിടിവലി കൂടിയതുകൊണ്ടല്ലേ സാരിയിലായത്. ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്ക് തുളസി. അതുപോലെ ക്ലബിലെ ആൾക്കാരെ നിനക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഓ, അപ്പൊ ക്ലബ്ബുകാരാണ് ദുർഗമ്മയുടെ ഗസ്റ്റ് അല്ലേ? വലിയ ആൾക്കാരാ. എന്നാൽ ഈ ജ്യൂസ് ആതിര കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് വലിയ വലിയ ആളുകളായിട്ട് പഴകി ശീലമില്ല. ആതിര അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. അതെയോ? തുളസി മോളല്ലേ, ഇത് വേഗം കൊണ്ടുപോയി കൊടുക്ക്. ചെല്ല്. ഇതിലെന്തോ പണി പ്രതീക്ഷിക്കാം. എന്തായാലും ഞാനൊന്ന് കരുതുന്നത് നല്ലതാവും. ശരി, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. നല്ല അനുസരണയുള്ള കുട്ടി. ഞാനും വരുന്നുണ്ട് നിന്റെ പിന്നാലെ. ആതിര നിനക്ക് തരാൻ പോകുന്നത് എന്താണെന്ന് കാണാൻ എനിക്ക് തിടുക്കമായി. അമേരിക്കയിലായിരുന്നെങ്കിലും ആതിര നന്നായി മലയാളം സംസാരിക്കും. ഡാഡി മമ്മിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണോ? അതെ, ഞാൻ കുറച്ചു ദിവസം മാമൂസിന്റെ കൂടെ നിക്കാൻ വേണ്ടി വന്നതാ. മാമൂസോ? അതാരാ? അപ്പച്ചിയെ ഇവള് വിളിക്കുന്ന മാമൂസ് എന്നാ. ഓ, അത് ശരി. നിന്റെ മുഖത്തെന്താടി കണ്ണില്ലേ? ഞാൻ ആരായി കൊച്ച് ഡ്രസ് മുഴുവൻ ചീത്തയാക്കി? ഇത് ഇവിടുത്തെ സെർവന്റ് ആന്റി. വേലക്കാരിയുടെ സ്ഥാനത്ത് നിർത്തണം. ഞാൻ ശ്രദ്ധിച്ചതാ, പക്ഷെ സ്വപ്നം കണ്ടോണ്ടാണോടി നടക്കുന്നത്? സോറി. സോറിയോ? എന്ത് സോറി? അതെല്ലാം ഇവിടുന്ന് ക്ലീൻ ചെയ്, എന്നിട്ട് വേഗം പോയി വേറെ എടുത്തിട്ട് വാ. എന്താടി പറഞ്ഞത് കേട്ടില്ലേ നീ? അത് പിന്നെ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. പിന്നെ നീ ഇവിടുത്തെ ആരാ?